ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മ അമ്മ ഇവിടെ ഇരിക്കും മോനെ. അമ്മ എന്താ അമ്മയോട് പറയണ്ടെന്ന് എനിക്കറിയില്ല. അതാ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. നീ എന്താ മിണ്ടായിരിക്കുന്നത്? എന്തായാലും നീ പറ. ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല. പക്ഷേ ആന്റിയുടെ അഭിപ്രായത്തിനാണല്ലോ ഇവിടെ പ്രസക്തി. എന്താ മോനെ ഇങ്ങനെ പറയുന്നേ? മോനെടുക്കുന്ന ഒരു തീരുമാനത്തിനും ആന്റി എതിര് നിന്നിട്ടില്ല. അത്രമാത്രം സ്ഥാനം ഈ മനസ്സിനുള്ളിൽ ആന്റി മോന് തന്നിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ മോൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മ ഇതങ്ങനെയല്ല. യാഥാർത്ഥ്യം എന്താണെന്നറിഞ്ഞാ അമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അതെന്താ പാവന അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞത്? മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാവുന്നതിൽ അമ്മമാർക്ക് സന്തോഷമല്ലേ ഉണ്ടാവൂ? അതെ മായിച്ചി. പക്ഷേ ഞങ്ങളിപ്പോ ഭാനുവിന് വേണ്ടി കാണാൻ പോയ പയ്യൻ ആരാണെന്നറിഞ്ഞ അമ്മ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും. ഇത് കൊള്ളാം. ഇതിപ്പോ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആന്റിയുടെ ഒരു രീതി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇതിപ്പോ നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞ ഞാൻ എന്തു പറയാനാ? ഇതിപ്പോ എപ്പോഴാണെങ്കിലും ആ പയ്യൻ ആരാന്നുള്ളത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. പിന്നെന്താ? ആന്റി, പയ്യൻ നല്ലൊരു പയ്യനാ. ഭാനു പഠിക്കുന്ന കോളേജിൽ തന്നെ അവനും പഠിക്കുന്നത്. ഭാനുവിന്റെ സീനിയറാ ഒരു ജയേഷ്. ഭാനുവിനെ കണ്ടപ്പോ അവന് ഇഷ്ടപ്പെട്ടു. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇടപെട്ടതും ഭാവനോട് ഇക്കാര്യം പറഞ്ഞതും. ഇന്ന് ഞങ്ങളെ പയ്യനെ വീട്ടിൽ പോയി കണ്ടു. വീടും ചുറ്റുപാടും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ പയ്യന്റെ അച്ഛനെയും അമ്മയും കണ്ടപ്പോ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. ആരാ? ആന്റിയുടെ സഹോദരനല്ലേ മോഹൻദാസ്. അദ്ദേഹത്തിന്റെ മകനായി ഈ പയ്യൻ ജയേഷ്.
ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും അന്ന് അവനെ ഈ വീട്ടിൽ കല്യാണം വിളിക്കാൻ വന്നത്. വേണ്ട വേണ്ട, ശരിയാവത്തില്ല. ഒന്നും തോന്നല്ലേ മോനെ. ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അമ്മ നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അമ്മേ നോക്ക്, ഒരിക്കലും കൂട്ടിമുട്ടാൻ പറ്റാത്ത രണ്ട് ധ്രുവങ്ങളാ ഞാനും മോഹനും. ഇനി ഇത് അങ്ങോട്ടും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മേ, ഞങ്ങൾക്ക് പറയാനുള്ള ആദ്യം ഒന്ന് കേക്ക്. ശരിയാവത്തില്ല ഭാവന. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മേ, ഭാനുവിനെ ആ പയ്യൻ ഇഷ്ടമായതുകൊണ്ടാ ഞങ്ങൾ ഈ കല്യാണ ആലോചനയായിട്ട് അങ്ങോട്ട് പോയത്. അല്ലാതെ മോഹനമാമന്റെ മോനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. എങ്ങനെയാണെങ്കിലും മോഹനന്റെ മകൻ തന്നെയാണല്ലോ. വിട്ടേരെ, വിട്ടേക്ക്. നമുക്ക് ഈ ബന്ധം വേണ്ട. ഈ ബന്ധം നടന്നാൽ ഞാൻ ആ വീട്ടിൽ കിടന്ന് അനുഭവിച്ചതിന്റെ ഇരട്ടിയായിരിക്കും എന്റെ മോൾ ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഭാനു പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ രണ്ടാളും കൂടെ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നല്ലേ? ഒരിക്കലും അല്ല സീതോട്ട. ഇവിടെ ഞങ്ങൾക്കും കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോ സാഹചര്യങ്ങള് ഞങ്ങൾ ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെടുത്തിയിരിക്കുന്നത്, അല്ലാതെ മനഃപൂർവ്വം അല്ല. ഇവിടെ ഇപ്പൊ ഭാനുവിന് അവനെ ഇഷ്ടമാണെന്നോ കല്യാണം നടത്തി തരണമെന്നോ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അമ്മേ, ഇതിന്റെ പേരില് അമ്മയ്ക്ക് അവളോട് വെറുപ്പും ദേഷ്യവും ഒന്നും തോന്നണ്ട. അമ്മേ, ആ മാമന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ ഇവര് പോയത്. ചിലപ്പോ ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളായിരിക്കും. ദൈവം അത്രയ്ക്ക് വലിയ ക്രൂരതയൊന്നും എന്നോട് കാണിക്കത്തില്ല മായേ. അത്രയ്ക്ക് വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് മോഹൻ ഇവിടെ വന്നിട്ട് പോയ നേരം മുതല് എന്റെ മനസ്സിനകത്തൊരു വല്ലായ്മയായിരുന്നു. അതിങ്ങനൊരു കാര്യം കേൾക്കാൻ വേണ്ടിട്ടായിരുന്നല്ലോ ഈശ്വര. ഓ ഭഗവാനെ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു തലയിലെടുത്ത് നീ വരുത്തല്ലേ. നീ ഇത് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ അമ്മയുടെ സന്തോഷം കൊണ്ട് നോക്കിയല്ലേ പറ്റൂ. ഭാനുവിന് ഇതിലും നല്ലൊരു ബന്ധം ഈശ്വരൻ കൊണ്ട് തരും. സേതുട്ടാ, മോഹനമാമനോട് ഞങ്ങൾ എന്താ പറയണ്ടേ? ഈ ബന്ധം നടക്കത്തില്ലെന്ന് പറയണം. അമ്മയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നീ പോയി പറ. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോയി പറയാം. നീ ഇങ്ങോട്ട് മറിക്കേ. നീ ഇതിലൊക്കെ ഇടപെടൊന്നും വേണ്ട. അവര് പോയി സംസാരിച്ചോളൂ. അമ്മേ, അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക. ഞാനിനി 100 വട്ടം ആലോചിച്ചാലും എനിക്കിപ്പോ ഞാൻ ഈ പറഞ്ഞതേ പറയാൻ പറ്റത്തുള്ളൂ. മോനെ, മക്കളെ എന്തിനാ അറിഞ്ഞോണ്ട് ആ ചതിക്കുഴിയിലേക്ക് ഭാനുവിനെ കൊണ്ടുപോയി തള്ളുന്നത്? ഈ കല്യാണം നടന്നാൽ ഇപ്പൊ ഭാമ നമ്മുടെ മുമ്പിൽ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കും എന്റെ ഭാനുവിന്റെ അവസ്ഥ.